ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മസിയാമീസ് വ്ലോഗ്. ഇന്ന് ഞാൻ ഷെയർ ആക്കുന്നത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മസാല ചായയുടെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ മസാല ചായ ഉണ്ടാക്കുന്നതിന് വേണ്ടി ചായപാത്രത്തിലേക്ക് 1 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓണാക്കി ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് ബോയിലാവാൻ തുടങ്ങുമ്പോൾ ഒരു പീസ് ഇഞ്ചി ഒന്ന് ചതച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ഏലക്ക ഒന്ന് പൊട്ടിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു കഷ്ണം പട്ട ഇതുപോലെ 2 കഷ്ണമായിട്ട് ഒടിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ഗ്രാമ്പു ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു 30 സെക്കൻഡ് നന്നായി തിളക്കാൻ അനുവദിക്കുക. 30 സെക്കൻഡ് നന്നായി തിളച്ച് വരുമ്പോൾ നല്ല മസാലയുടെ സ്മെല്ല് വരാൻ തുടങ്ങും. ഈ സമയത്ത് ഇതിലേക്ക് ചായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കടുപ്പത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ടീ ഗ്രാന്യൂൾസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ 3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നന്നായി 30 സെക്കൻഡ് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് ഫുൾ ഫാറ്റ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നന്നായി തിളക്കാൻ തുടങ്ങുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് 2 മിനിറ്റ് നന്നായി തിളപ്പിച്ചെടുക്കണം. ഈ സമയത്ത് ഇതിലേക്ക് വേണ്ട പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. 1-2 മിനിറ്റ് ഇതുപോലെ നന്നായി തിളച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു സ്ട്രെയിനർ ഉപയോഗിച്ച് ചായ അരിച്ചെടുക്കാം. ചായക്കടയിലെ അടിച്ച ചായയാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ കപ്പ് ഉപയോഗിച്ച് 2 തവണ അടിച്ചെടുക്കണം. അടിച്ചെടുത്ത ചായ ചൂടോടെ തന്നെ ഗ്ലാസ്സിലേക്ക് പകർത്താം. നല്ല കടുപ്പത്തിലുള്ള മസാല ടീ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. നമ്മൾ എന്നും വീട്ടിൽ തയ്യാറാക്കുന്ന ഈ ചായ ഒരു വെറൈറ്റി ടേസ്റ്റിൽ ഇതുപോലെ മസാല ഇട്ട് റെഡിയാക്കുകയാണെങ്കിൽ പൊളി ടേസ്റ്റ് ആയിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.